നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, അധികാരത്തിന്റെ തിട്ടൂരങ്ങൾ കൊണ്ടും സംഘപരിവാറിന്റെ അജണ്ടകൾ കൊണ്ടും കേരളത്തിലെ ക്യാമ്പസുകളെ നിശബ്ദമാക്കാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ കണ്ണൂർ സർവകലാശാല വീണ്ടും ഒരു ചരിത്രപാഠം കുറിച്ചിരിക്കുകയാണ്. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് അനുമതി നൽകില്ല എന്ന് പ്രഖ്യാപിച്ച് ഉത്തരവുകളുമായി ഇറങ്ങിയ VCക്ക് കിട്ടിയത് കനത്ത തിരിച്ചടിയാണ്. പ്രഖ്യാപിച്ച തീയതിയിൽ, പ്രഖ്യാപിച്ച സമയത്ത്, പ്രഖ്യാപിച്ച സ്ഥലത്തു തന്നെ ആ പരിപാടി വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ SFIയുടെ സഖാക്കൾക്ക് കഴിഞ്ഞു. VCയുടെ അന്ത്യശാസനങ്ങൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി യൗവനങ്ങൾക്ക് മുന്നിൽ വെറും കടലാസ് കഷണങ്ങളായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാറിന്റെ RSS അജണ്ടകൾ നടപ്പിലാക്കാനുള്ള പരീക്ഷണശാലകളാക്കി മാറ്റാൻ കാലങ്ങളായി അവർ ശ്രമിക്കുന്നുണ്ട്. ഗവർണർമാരെയും VCമാരെയും ഉപയോഗിച്ച് ക്യാമ്പസുകളിലെ ജനാധിപത്യപരമായ ശബ്ദങ്ങളെയും വിദ്യാർത്ഥി കൂട്ടായ്മകളെയും ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ രീതി. കണ്ണൂർ സർവകലാശാല VCയും അതേ പാതയിലാണ് സഞ്ചരിക്കാൻ ശ്രമിച്ചത്. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ് പങ്കെടുക്കുന്ന പരിപാടിക്ക് അനുമതി നിഷേധിക്കുക എന്നത് കേവലം ഭരണപരമായ ഒരു തീരുമാനമല്ല, മറിച്ച് ക്യാമ്പസിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. എന്നാൽ സംഘപരിവാറിന്റെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ നട്ടല് വളയ്ക്കാൻ കണ്ണൂരിലെ സഖാക്കളെ കിട്ടില്ല എന്ന് അവർ ഓർക്കണമായിരുന്നു. VC വിചാരിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഭരണകൂട തന്ത്രങ്ങൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല കണ്ണൂർ ക്യാമ്പസിലെ പോരാട്ട വീര്യമെന്ന് തെളിയിക്കപ്പെട്ടു. കണ്ണൂർ എന്നത് വെറുമൊരു ജില്ല മാത്രമല്ല, അത് രക്തനക്ഷത്രങ്ങൾ ഉദിച്ചുയർന്ന പോരാട്ടങ്ങളുടെ ചോര തിളയ്ക്കുന്ന മണ്ണാണ്. അടിച്ചമർത്തലുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇരട്ടി ശക്തിയോടെ തിരിച്ചു പൊരുതിയ ചരിത്രമാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകൾ മുതൽ വർഗീയ ശക്തികളുടെ കൊലക്കത്തികൾക്ക് മുന്നിൽ വരെ മാറുകാട്ടി നിന്ന പാരമ്പര്യമാണ് കണ്ണൂരത്തെ സഖാക്കൾക്ക്. KV സുധീഷ് സഖാവ് മുതൽ ഇപ്പുറത്തേക്ക് ക്യാമ്പസുകളിൽ രക്തസാക്ഷിത്വം വരിച്ച നിരവധി സഖാക്കളുടെ സ്മരണകൾ ഇരമ്പുന്ന മണ്ണിൽ VCയുടെ ഒരു ചെറിയ ഉത്തരവ് കണ്ട് ഭയന്നൊളിച്ചോടാൻ SFIക്ക് കഴിയില്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് മേൽ അനാവശ്യ വിലക്കുകൾ ഏർപ്പെടുത്തുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് SFI മുന്നോട്ട് വെക്കുന്ന പോരാട്ട ചരിത്ര രാഷ്ട്രീയം. ഈ സംഭവം നൽകുന്ന കൃത്യമായ ഒരു സന്ദേശമുണ്ട്. ക്യാമ്പസുകൾ ഭരിക്കേണ്ടത് IAS ഉദ്യോഗസ്ഥരോ VCമാരോ സംഘപരിവാര നിയന്ത്രിത അജണ്ടകളോ അല്ല, മറിച്ച് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശങ്ങളാണ്. അനുമതി നിഷേധിച്ചെടുത്ത് VC തോറ്റുപോവുകയും പറഞ്ഞ സമയത്ത് പരിപാടി നടത്തി സഖാക്കൾ ജയിച്ചു കയറുകയും ചെയ്തപ്പോൾ തകർന്നടിഞ്ഞത് കാവ്യവൽക്കരണത്തിന്റെ അഹങ്കാരമാണ്. അധികാരത്തിന്റെ കസേരയിലിരുന്ന് ഭീഷണിപ്പെടുത്തുന്ന VCമാർക്കും അവർക്ക് പിന്നിൽ നിന്ന് നൂൽബന്ധം വലിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കും കണ്ണൂരിലെ ക്യാമ്പസുകൾ എന്നും ഒരു പേടി സ്വപ്നമായിരിക്കും. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ക്യാമ്പസുകളിലെ ജനാധിപത്യവും അവകാശങ്ങളും സംരക്ഷിക്കാൻ SFIയുടെ ചോര തിളയ്ക്കുന്ന സഖാക്കൾ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. അധികാരത്തിന്റെ തിട്ടൂരങ്ങൾ കാട്ടി വിദ്യാർത്ഥി യൗവനങ്ങളെ നിശബ്ദരാക്കാമെന്ന് ആരും കരുതണ്ട. കാവിപ്പടയുടെ അജണ്ടകൾക്ക് മുന്നിൽ പണയം വയ്ക്കാനുള്ളതല്ല കണ്ണൂരിലെ ക്യാമ്പസുകളിലെ ജനാധിപത്യം. ഉത്തരവുകൾ ഇറക്കി ഞങ്ങളെ തടയാൻ നോക്കുന്ന VCമാരോട് ഒന്നേ പറയാനുള്ളൂ: ഇത് കൊലക്കത്തികൾക്ക് മുന്നിലും വർഗീയതയുടെ ഭീഷണികൾക്ക് മുന്നിലും മാറുകാട്ടിപ്പൊരുതിയ കണ്ണൂരിലെ സഖാക്കളുടെ മണ്ണാണ്. ക്യാമ്പസിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ വിലക്കുകളുടെ കടലാസ് പൂട്ടിടാൻ വരുന്നവർ ഓർക്കുക, ആ പൂട്ട് തകർത്തെറിഞ്ഞ പോരാട്ട വീര്യത്തിന്റെ പേരാണ് SFI. SFIയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ തടയാൻ ഭരണകൂടത്തിന്റെ കസേരകൾ പോരാ. പരിപാടി പ്രഖ്യാപിച്ച തീയതിയിൽ, പ്രഖ്യാപിച്ച സമയത്ത്, പ്രഖ്യാപിച്ച മണ്ണിൽ നടത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് SFIയുടെ കരുത്ത്. സെനറ്റ് ഹാളിലും VCയുടെ ഓഫീസിലും കാവി തളിക്കാമെന്ന് മോഹിക്കുന്ന സംഘപരിവാർ ശക്തികളെ, ഇത് ചോര തിളയ്ക്കുന്ന സഖാക്കളുടെ ക്യാമ്പസാണ്. ഇവിടെ വിരിയുക രക്തനക്ഷത്രങ്ങൾ മാത്രമായിരിക്കും. സംഘപരിവാറിന്റെയും VCയുടെയും തിട്ടൂരങ്ങൾക്ക് മുന്നിൽ നട്ടല്ലു പണയം വയ്ക്കാതെ, നട്ടല് നിവർത്തി നിന്ന് ഉദ്ദേശിച്ച രീതിയിൽ പരിപാടി നടത്തി വിജയിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, പോരാട്ടങ്ങളുടെ രണഭൂമികളിൽ രക്തം കൊണ്ട് ചരിത്രം രചിച്ച എന്റെ പ്രിയപ്പെട്ട ധീരരക്തസാക്ഷി സഖാക്കളുടെ പിൻതലമുറക്കാരെ, SFIയുടെ യുവമിഥുനങ്ങളെ, നിങ്ങളെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു വെച്ച് ഈ പഴയ SFIക്കാരന്റെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം പ്രിയ സഖാക്കളെ.